ഇപ്പോൾ കിട്ടിയൊരു വാർത്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് ഒരു അലാമിംഗ് റെസ്പിറേറ്ററി ക്രൈസിസ് ഉണ്ടായി. പെട്ടെന്നൊരു വലിയ ശ്വാസതടസ്സം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നില വീണ്ടും വഷളായിരിക്കുകയാണ്. രണ്ട് ഗൗരവകരമായ ശ്വാസതടസ്സങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടേഴ്സ് വളരെ പണിപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ നിന്നൊരു വലിയ എമൗണ്ട് ഓഫ് മ്യൂക്കസ്, കഫം നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേര് ബ്രോങ്കോസ്കോപ്പി എന്നാണ്. ബ്രോങ്കോസ്കോപ്പി എന്ന പ്രൊസീജിയറിലൂടെ മൂക്കിലൂടെയോ വായിലൂടെയോ തൊണ്ടയിലൂടെയോ ശ്വാസകോശത്തിലേക്ക് ബ്രോങ്കോസ്കോപ്പ് എന്ന നേർത്തതും വഴക്കമുള്ളതുമായ ഒരു ട്യൂബ് പ്രവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പിൽ ഒരു ക്യാമറയും അതിൻ്റെ അഗ്രത്തിൽ വെളിച്ചവും സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഡോക്ടർമാരെ ശ്വാസനാളങ്ങളും ശ്വാസകോശത്തിലെ മറ്റു കാര്യങ്ങളും തത്സമയം കാണാൻ അനുവദിക്കുന്നു. ഈ രീതി ഉപയോഗിച്ചാണ് മാർപ്പാപ്പയുടെ ശ്വസന പ്രക്രിയ നടക്കുന്ന വഴികളിലുള്ള കഫം നീക്കം ചെയ്തത്. വത്തിക്കാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം കടുത്ത ന്യൂമോണിയയുടെ ഭാരം കൊണ്ടാണ് ഈ മ്യൂക്കസ് അവിടെ അടിക്കടെ വർദ്ധിച്ചു വരുന്നത്. ഇതൊരു പുതിയ പ്രശ്നമല്ല. പുതിയൊരു ഇൻഫെക്ഷനോ പുതിയൊരു ബാക്ടീരിയയുടെ സാന്നിധ്യമോ അവിടെ ഇല്ല. പഴയ ന്യൂമോണിയയുടെ ഭാഗമായിട്ടാണ് അവിടെ മ്യൂക്കസ് അടിഞ്ഞുകൂടുന്നത്. അതിൽ നിന്നുണ്ടായ പ്രശ്നമാണ്. എന്നിരുന്നാലും ഇപ്പോഴും മാർപ്പാപ്പ ചികിത്സയോട് ബോധപൂർവം സഹകരിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ തന്നെയാണുള്ളത്. അബോധാവസ്ഥയിലല്ല, അദ്ദേഹം പ്രതികരിക്കുന്നുമുണ്ട്. എന്നാൽ ഡോക്ടേഴ്സ് പറയുന്നത് പ്രകാരം സിറ്റുവേഷൻ ഏറെക്കുറെ സ്റ്റേബിൾ ആണെങ്കിലും അപകടനില ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ 88 വയസ്സുകാരൻ മാർപ്പാപ്പ ശ്വാസതടസ്സമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനോട് ശക്തമായി പൊരുതി നിൽക്കുകയാണ്. ആ പോരാട്ടത്തിൽ ഒട്ടും മുന്നോട്ട് കയറിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അമേരിക്കയിലെ ചിക്കാഗോയിലെ പൾമിനറി ക്രിട്ടിക്കൽ കെയർ ഡോക്ടറായ ഡോക്ടർ ജോൺ പറയുന്നത് ഇപ്രാവശ്യം ഉണ്ടായ ശ്വാസതടസ്സങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവത്തിലെടുക്കണമെന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്രോങ്കോസ്കോപ്പി തെളിയിക്കുന്നത് നമ്മൾ പേടിക്കേണ്ട ഒരു എമൗണ്ട് ഓഫ് മ്യൂക്കസ്, ഫെലം ലങ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സാഹചര്യം വളരെ ഗൗരവമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അത് മാനുവലായിട്ട് എടുത്ത് മാറ്റേണ്ടി വന്നു എന്നുള്ളത് തന്നെ മാർപ്പാപ്പയ്ക്ക് സ്വയം അപചയക്രമങ്ങളിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. അതായത് ശരീരം സ്വയം മ്യൂക്കസ് നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു അപകടനിലയാണ്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഫ്രാൻസിസ് പാപ്പ ഉള്ളത്. ഫ്രാൻസിസ് പാപ്പയ്ക്കുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഇനിയും തുടരാം. ദൈവത്തിന് സ്തുതി.